സമയങ്ങൾക്കുള്ളിൽ തന്നെ എത്തിച്ചേരും എന്ന് വിശ്വസിക്കുന്നു. സോ മഞ്ജു ബാദുഷ, ഷാഹുൽ ഹമീദ് രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. അപ്പം ഭയങ്കര ഔപചാരികമായി പോകും മഞ്ജു ബാദുഷ, ഷാഹുൽ ഹമീദ് എന്നൊക്കെ പറയുമ്പോൾ ഷാഹുൽ ഖാൻ, മഞ്ജു ചേച്ചി, ദാറ്റ് വിൽ ബി ഗുഡ് അല്ലേ? അതാണ് കുറച്ചുകൂടെ ഞങ്ങൾക്ക് എളുപ്പം. ഞങ്ങൾക്ക് കേൾക്കട്ടെ, അതായിരിക്കും നല്ലത്. സോ എനിക്ക് തോന്നുന്നു ആദ്യം ആരിൽ നിന്ന് തുടങ്ങണം? പ്രൊഡ്യൂസർ മഞ്ജു ബാദുഷ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കാരണം ഇത്രയും നാള് നമുക്കറിയാവുന്ന മഞ്ജു ബാദുഷ എന്ന് പറയുന്നത് ബാദുക്കയുടെ അല്ലെ ദ ബെറ്റർ ഹാഫ് എന്നുള്ളൊരു കാര്യം മാത്രമാണ്, പ്രിയപ്പെട്ട ഭാര്യ. ആൻഡ് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ പരിവേഷം വന്നിരിക്കുകയാണ്. സോ എവിടെയായിരുന്നു മഞ്ജു ചേച്ചി ഇത്രയും നാൾ? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് അങ്ങനെ അധികമൊന്നും സംസാരിക്കാൻ അറിയില്ല, നല്ല ടെൻഷനാണ്. പിന്നെ ഏഞ്ചൽ ചോദിച്ച പോലെ ഇത്രയും നാൾ എവിടെയെന്ന് ചോദിച്ചാൽ ഇത്രയും നാൾ ബാബുവിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപടി മുന്നോട്ട്, അതാണ് റേച്ചൽ എന്ന സിനിമ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. നമ്മൾ ക്ഷണിച്ച വിശിഷ്ട വ്യക്തികൾ, അതുപോലെ മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ സിനിമ റിലീസാവുകയാണ് 6-ാം തീയതി. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. അധികമൊന്നും പറയാറില്ല, പേടിയാണ്. താങ്ക് യു വെരി മച്ച് മഞ്ജു ചേച്ചി. ആൻഡ് ഓക്കെ, ഷാഹുൽക്ക് എന്തെങ്കിലും രണ്ടുപേർക്ക് സംസാരിക്കാനായിട്ടുണ്ടെങ്കിൽ പ്ലീസ്. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇന്ന് ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും വളരെ സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മഞ്ജു ബാദുഷയുടെ കൂടെയും ഇങ്ങനെയൊരു പടം നിർമ്മിക്കാൻ ഇതോടൊപ്പം ചേരാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. ഒരു വ്യവസായ മേഖലയിൽ നിന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഈ സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. സിനിമയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്, മറ്റല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. അപ്പോൾ അതിന് എനിക്ക് കടപ്പാട് ബാദുഷയോട് മാത്രമാണ്, വേറെ ആരോടും ഇല്ല എന്ന് തന്നെ എനിക്ക് ഈ അവസരത്തിൽ പറയാം. ഒരുപാട് സന്തോഷം. ഇതൊരു വലിയ വളരെയധികം സന്തോഷമുണ്ട്. കൂടുതൽ നല്ല പടങ്ങൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനെന്നെ സപ്പോർട്ട് ചെയ്ത മഞ്ജു ബാദുഷയോടും ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സിനോടും എല്ലാവരോടും വളരെയധികം നന്ദി. താങ്ക് യു. നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു വെരി മച്ച്. സോ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് കൂടി ഈ വേദിയിൽ ആശംസിച്ചുകൊണ്ട് ദി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് അല്ലെ, നമുക്ക് ഒരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താനെയാണ് ഞാൻ അടുത്തതായിട്ട് വേദിയിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒത്തിരി സ്നേഹത്തോടും നല്ലൊരു കൈയടിയോടും കൂടെ തന്നെ ലെറ്റ് മീ വെൽക്കം ആനന്ദിനി ബാല ഓൺ സ്റ്റേജ്, നമ്മുടെ റേച്ചൽ എന്ന സിനിമ. So first of all, welcome Anandini and congratulations. ഒരു വലിയ സ്വപ്നം അല്ലെ യാഥാർത്ഥ്യമാകാനായിട്ട് പോവാണ്. അസിസ്റ്റന്റ് ആയിട്ട് വന്നു, അസോസിയേറ്റ് ആയി, ഇപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നതിനോടൊപ്പം what do you feel right now? ഈ ഒരു മൊമെന്റിൽ എന്താണ് ആനന്ദിനിക്ക് തോന്നുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ഇമോഷൻസിലൂടെയാണ് ഞാനിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും സന്തോഷം, അതിൻ്റെ കൂടെ അത്രയും തന്നെ ടെൻഷനും ഉണ്ട്. എനിക്ക് ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരുപാട് നന്ദി. എന്നെ വിശ്വസിച്ച് എൻ്റെ ഒപ്പം നിന്ന ബാദുക്കയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഷൈൻ സാറിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്ന എല്ലാവരെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കൂടുതലൊന്നും എനിക്കങ്ങനെ പറയാനില്ല. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു. So I think Anandini getting a little bit emotional right now അല്ലെ, ഒരു വലിയ സന്തോഷത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെ, ഒരു സന്തോഷ കണ്ണുനീരോടെ ആനന്ദിനിയുടെ മുഖത്ത് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഒരു വൻ വിജയമായി തീരട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് നല്ല ചിത്രങ്ങൾ ആനന്ദിയിൽ നിന്നും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സോ വൺസ് അഗെയിൻ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. യെസ്, ഒരു കൈയടിയൊക്കെ കൊടുക്കാട്ടോ നമ്മൾ. എക്സാക്ട്ലി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഓക്കെ, ഓൾറെഡി നമ്മളുടെ രാജൻ ചെറിയിൽ അദ്ദേഹവും വേദിയിലേക്ക് എത്തിച്ചേർന്നു. ആൻഡ് റേച്ചൽ എന്ന സിനിമ ഒരു ചെറുകഥയിൽ നിന്നും ഉരുത്തിരിഞ്ഞൊരു കഥയാണ് എന്ന് ഞങ്ങൾ ഇങ്ങനെ കേട്ടു. അങ്ങനെ തന്നെയല്ലേ? അതെ, അതെ. അങ്ങനെ തന്നെയാണ്. രാഹുൽ മണപ്പാട്ടാണ് നമ്മളുടെ കഥ. എബ്രിഡ് ഷെയ്ൻ, രാഹുൽ ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. അപ്പം ഒരുപാട് പ്രതീക്ഷകളോട് കൂടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മലയാളി പ്രേക്ഷകർ എല്ലാവരും ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ വേണം റേച്ചലിനെ പറയുവാനായിട്ട്. അപ്പം തീർച്ചയായിട്ടും റേച്ചലിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ അതിലെ അഭിനേതാക്കൾ കൂടി വന്നാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി തന്നെ ഞാൻ വേദിയിലേക്ക് നമ്മുടെ സിനിമയിലെ അഭിനേതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച് ഞങ്ങളുടെ കൂടെ ഇപ്പോഴും വളരെ സ്നേഹത്തോടു കൂടി തന്നെയുള്ള ബാബുരാജ്, അപ്പോൾ ഇത് നല്ലൊരു കൈയടിയോട് കൂടെ തന്നെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ആൻഡ് ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ട് ഞങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം എന്താണ് ബാബുരാജൻ ഈ ഒരു മൊമെന്റിൽ ഞങ്ങളോട് പറയാനുള്ളത്? ആദ്യമായി എല്ലാവർക്കും എൻ്റെ വളരെ ഹൃദയത്തിൽ തൊട്ട എന്താ പറയേണ്ടത്, എൻ്റെ ഹൃദയത്തിൽ തൊട്ട നന്ദിയും രേഖപ്പെടുത്തുകയാണ് ആദ്യമായിട്ട്. കാരണം ഇതൊരു നീണ്ട നാളത്തെ കാത്തിരിപ്പായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ സിനിമയുടെ കഥ വന്ന് ആനന്ദിനി പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ആലോചിച്ചു പോയത് കൊണ്ട് ഭരതൻ സാറിൻ്റെയൊക്കെ ഒരു താഴ്വാരം മൂഡിലുള്ള ഒരു പടം ഇത് എങ്ങനെ പ്രാക്ടിക്കലാകും എന്ന് അങ്ങനെയാണ് ഉടനെ ബാദുഷ രംഗത്ത് വരുന്നത്, മഞ്ജു രംഗത്ത് വരുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഭയങ്കര പോത്തുകളുമായിട്ടുള്ള ഒരു പാലക്കാട് ആ ഭയങ്കര ചൂടിൽ അതങ്ങനെ നീണ്ടു പോകുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ സിനിമ കഴിയുന്നു. അതിനുശേഷം പിന്നെ എന്നുള്ളൊരു ചോദ്യമായിട്ട് ഞാൻ മിക്കവാറും എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഇവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇവർ ഫോൺ എടുക്കാതെയായി, ഉത്തരം പറയാതെയായി. ഞാൻ ഹണിയോട് ചോദിക്കും എന്താണ്. കാരണം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോജി കഴിഞ്ഞിട്ട് നമ്മളൊരു കുടുംബ ചിത്രം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് പെർഫോം ചെയ്യാനുള്ള കാര്യമായാലും നമുക്ക് എല്ലാ എന്താ പറയുക ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു കുടുംബ ചിത്രം അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ എല്ലാവരും കുട്ടിയും ഭാര്യയും ഒക്കെയുള്ള ഒരു സിനിമ ചെയ്യുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു സംതൃപ്തി കിട്ടുന്നത്. ഇപ്പൊ ജോജി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് റേച്ചലിലെ ഈ പോത്ത് ജോയി എന്ന് പറയുന്ന ഈ കഥാപാത്രം. കാരണം അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, അദ്ദേഹത്തിന് അമ്മായിയമ്മയുണ്ട്, പണിക്കാരുണ്ട്, ഡ്രൈവറുണ്ട്, അതുണ്ട് ഇതുണ്ട്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് കിട്ടുന്നൊരു ക്യാരക്ടറാണ്. അതോടൊപ്പം തന്നെ ആനന്ദിനി ആദ്യം വന്ന് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ ആനന്ദിനി ഇത്രയും വലിയൊരു ബോൾഡായിട്ടുള്ള ഇങ്ങനെ ഒരു എന്താ പറയാ ഈ നമ്മൾ ട്രെയിലറിൽ കാണുന്നതിൻ്റെ അപ്പുറമുള്ള ഒരു സിനിമ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ട് എങ്കിലും ഇത് എങ്ങനെ എടുക്കും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം എന്ത് കണ്ടോ അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. നമ്മളൊക്കെ 4, 5, 6 പ്രാവശ്യമൊക്കെ റിഹേഴ്സൽ കൂടാതെ ടേക്കൊക്കെ പോയ സംഭവങ്ങളുണ്ട്. അതുപോലെയുള്ള അപ്പോൾ അവരുടെ മനസ്സിലൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു. അത് കിട്ടാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിച്ചു. പിന്നെ എൻ്റെ ക്യാരക്ടറെ സംബന്ധിച്ചിടത്താണെങ്കിൽ എനിക്കൊരു 3 കാലഘട്ടമാണത്. അതൊക്കെ ചെയ്യാൻ കിട്ടാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പോൾ വിനയൻ സാറും ലാൽ ജോസും അദ്ദേഹമൊക്കെ ഇവരുടെ മുമ്പിലുണ്ട്. അത് ഞാൻ എത്രയോ സിനിമകൾ ഇവരുടെ കൊച്ചു വേഷങ്ങളായിട്ട് ചെയ്തതാണ്. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷം. അപ്പോൾ അങ്ങനെയുള്ള ഒരു 3 ഗെറ്റപ്പ് കിട്ടുക. അതിലാദ്യം കുട്ടിയായിട്ട് അഭിനയിച്ച കുട്ടിയാണ് ഈ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം പോയി തിരിച്ചു വരുന്നു. അതിനുശേഷം നമ്മുടെ ഒറിജിനൽ ഹണി റോസ് മകളായിട്ട്, ഇറച്ചിവെട്ടുകാരൻ്റെ മകളായിട്ട് ഒപ്പം കട്ടയ്ക്ക് ഞങ്ങൾ അഭിനയിച്ചു. ആനന്ദിനിക്ക് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത ഒരു സിനിമ. ആ സിനിമ അവസാനം കഴിഞ്ഞ ഓണം പറഞ്ഞു. അപ്പൊ ഓണത്തിന് ഞാൻ ബാദുഷനെ ചോദിച്ചപ്പോൾ ബാദുഷ പറഞ്ഞൊരു മറുപടി എനിക്ക് ഇഷ്ടമായി. ചേട്ടാ, ഈ ഓണം പച്ചക്കറിയുടെ സമയമല്ല ചേട്ടാ, നമുക്ക് കടിച്ചു വലിക്കാനൊക്കെ ഉള്ള സമയത്ത് റിലീസ് ചെയ്യാം, ക്രിസ്മസിലേക്ക് റിലീസ് ചെയ്യാം. അപ്പൊ ഞാൻ വെച്ചത് തമാശയായിട്ട് പറയണായിരിക്കും. നോക്കുമ്പോൾ December 6 വന്നു. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ബാദുഷ പറഞ്ഞ പോലെ ക്രിസ്മസിനോടൊപ്പം നമുക്കെല്ലാവർക്കും ഈ സിനിമ കാണാം.
അതിലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഞാനന്ന് കാലത്ത് മഞ്ജുവിനോട് പറഞ്ഞു, മഞ്ജു സിനിമ തിയേറ്ററിൽ ഓടുക ഓടാതിരിക്കട്ടെ, സിനിമ ഒരു നല്ല സിനിമയാണ്, പക്ഷെ ഒരു പ്രൊഡ്യൂസർക്ക് അല്ലേ ജോബിച്ചേട്ടൻ അറിയാം, ഒരു പ്രൊഡ്യൂസർക്ക് പൈസ എണ്ണാനുള്ളൊരു ഭാഗ്യം കൂടി ദൈവം കൊടുത്താൽ ഈ പടം നല്ല നിലയിൽ എത്തുമെന്നുള്ള കാര്യത്തിന് അതും കൂടി വേണം. ഒരു 60% ഭാഗ്യമാണല്ലോ സിനിമ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 60% ഭാഗ്യവും 40% കഴിവും 10% കയ്യിലിരിപ്പുമാണ്. ഈ 10% കയ്യിലിരിപ്പിന്റെ കൊള്ളില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ 60% ഭാഗ്യത്തിൽ മഞ്ജു പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഇതെല്ലാം കണ്ടപ്പോൾ തോന്നുന്നത്. എന്തായാലും വളരെ സന്തോഷം. സിനിമ വിജയിക്കട്ടെ. ഇതുപോലുള്ള സിനിമകളാണ് നമ്മൾക്ക് കുറെ നാളായിട്ട് ഇല്ലാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഭരതൻ സാറിന്റെ താഴ്വാരം എന്നുള്ളൊരു സിനിമയുടെ ഒരു മൂഡാണ് എനിക്ക് ഇതിന്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. കാരണം പച്ചയായ മനുഷ്യര്, അവരുടെ വികാരം, അവരുടെ പ്രതികാരം, ഇതെല്ലാമാണ് ഈ സിനിമയിൽ കൂടെ ഇവർ പറയാൻ ആഗ്രഹിച്ചത്. ഇത്രയൊക്കെ പറയുമ്പോഴും ഞാൻ ഒരാളുടെ പേര് കൂടി ഇതിനകത്ത് പറയണം, എബ്രിഡ് ഷൈൻ. തീർച്ചയായിട്ടും ഇതിൽ മുകളിൽ പറഞ്ഞിരുന്ന പോലെ എബ്രിഡ് ഷൈൻ പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ എല്ലാ നോട്ടങ്ങളും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് ചേട്ടനെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റും. അതൊരു വലിയ സന്തോഷമാണ്. ജോജിക്ക് ശേഷം ഇപ്പം ബാബുരാജേട്ടൻ പറഞ്ഞു, ജോജിക്ക് ശേഷം കിട്ടുന്ന ഒരു വലിയ കുടുംബചിത്രമാണ്. പക്ഷെ ആ ജോജിയിലെ ചേട്ടനെ ഇടയിൽ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. അപ്പം ജോജി ചേട്ടാ, എന്താണ് സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. വളരെ ആകർഷകമായിട്ടായിരുന്നു ഷൈൻ സാറിന്റെ കോള് എന്നെ തേടി എത്തുകയും അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്. എന്നെ കണ്ടാൽ വളരെ മാന്യനായിട്ട് തോന്നുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാ സിനിമകളിലും എനിക്ക് മാന്യതയുള്ള ഒരു വേഷമായിരുന്നു. പക്ഷെ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു ഉഴപ്പൻ ക്യാരക്ടറാണ്. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. സിനിമ കാണാൻ എന്നതുപോലെ തന്നെ എൻ്റെ കഥാപാത്രത്തെയും ഞാൻ നോക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ ഉഴപ്പനായിട്ട് ഞാൻ തന്നെ, എന്നോടൊപ്പം ബൈജു ചേട്ടനുമുണ്ട്, ഞാനും ബൈജു ചേട്ടനുമാണ് കൂട്ടുകാർ. നമ്മുടെ ബാബുരായേട്ടൻ്റെ ഐഡിയൊക്കെ ആവശ്യത്തിന് മേടിക്കുന്നുണ്ട്. ജോജിക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ്. എന്തായാലും ടീമിന് വലിയ വിജയാശംസകൾ. ചിത്രം വലിയ ഒരു ചരിത്ര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമയാണ്, ഗംഭീര സിനിമയാണ്. താങ്ക്സ് ടു എബ്രിഡ് ഷൈൻ, ആനന്ദലി ആൻഡ് ബാദു, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും. എന്താണ് ക്യാരക്ടർ എന്നുള്ളത് ജോജി പറഞ്ഞ പോലെ പടം ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ കൈ കിട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കുന്ന അതേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. രണ്ട് ഡിഫറെൻറ്റ് ലുക്കുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ സിനിമ മൊത്തം. താങ്ക് യു. ഗോഡ് ബ്ലെസ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. സോ നമ്മളുടെ വിനീത് തട്ടിൽ അദ്ദേഹം എത്തിച്ചേക്കാം. ഒന്ന് എല്ലാവരും ലെഫ്റ്റിലേക്ക് ഒന്ന് നീങ്ങി നിൽക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. താങ്ക് യു എവരി വൺ, താങ്ക് യു വെരി മച്ച്. സോ റേച്ചൽ എന്ന സിനിമ December 6 പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചേരാനായിട്ട് പോവുകയാണ്. അതിലൊരു കഥാപാത്രം എന്നതിനോടൊപ്പം തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആനന്ദി ബാല ഡയറക്ടർ ആദ്യമായിട്ടൊരു നമ്മുടെ ഒരു ലേഡി നമ്മളെ ഡയറക്ടർ ചെയ്യുന്നത് എനിക്കിട്ടാ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നെഗറ്റീവ് കഥാപാത്രമാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു അതിശീലം അത് കാണുമ്പോഴായിരുന്നു. പിന്നെ ഇത് വേട്ടം പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായി, എന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നു. സന്തോഷം. താങ്ക് യു. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ആൻഡ് നൗ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഈ ഒരു വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നത് വെരി സ്റ്റൈലിഷ് റോഷൻ. നല്ലൊരു കൈ സമ്മാനിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം. ഒരു വലിയ നമസ്കാരം, ഒത്തിരി സന്തോഷം. ആൻഡ് റോഷൻ, വെൽക്കം ടു യു. ആൻഡ് വൈഗ, ഹലോ, ഹായ്, ഹാപ്പി അല്ലേ? ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഈ ഒരു വേദിയിൽ സീനിയർ ആയിട്ടുള്ളവരുടെ കൂടെ ഒക്കെ നിൽക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണ്. സോ ഐ തിങ്ക് റോഷൻ നമുക്ക് വൈകിന്ന് തുടങ്ങാം അല്ലേ? ആള് ഭയങ്കര സന്തോഷത്തോടും എക്സൈറ്റ്മെന്റോടും കൂടെ വേദിയിൽ നിൽക്കുകയാണ്. സോ വൈഗ, എന്താ പറയാനായിട്ടുള്ളത്? സോ ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. റേച്ചൽ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ആദ്യം തന്നെ ഇത്രയും നല്ലൊരു അവസരം തന്ന ആരതിരി മാമിനും ഷൈൻ സാറിനും എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ ഷൂട്ടിലും ഒക്കെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ആക്ട് ചെയ്യാനൊക്കെ പറ്റിയത്. താങ്ക്സ് ടു മാം.
സോ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എല്ലാവരും റിലീസായാൽ പോയി കാണണം. താങ്ക് യു. താങ്ക് യു വൈഗ. സോ ആദ്യ മൂവി തന്നെ ഒരു വലിയ വിജയമായി തീരട്ടെ. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാനായിട്ട് വൈഗക്കുട്ടിക്ക് സാധിക്കട്ടെ എന്ന വിഷയമാണ് കേട്ടോ. യെസ്, താങ്ക് യു വെരി മച്ച്. ആൻഡ് റോഷനിൽ തുടങ്ങാല്ലേ? അപ്പോൾ ചേച്ചി റോഷൻ പറയുന്നത് ഓക്കെ. അപ്പോൾ റോഷൻ പറഞ്ഞോ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. ഈ അവസരത്തിൽ ബാദുക്കനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ബാദുക്കയാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനൊരു പരിപാടിയുണ്ട്. ആനന്ദിനി മാം എന്ന് പറയുന്നൊരു പുതിയ ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതിൽ നല്ലൊരു ക്യാരക്ടറുണ്ട്. എന്നെ സംബന്ധിച്ച് ദൃശ്യം എന്ന് പറഞ്ഞൊരു എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയിൽ നിന്ന്, അതായത് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഒരു ബ്രേക്ക്, അതായത് നെക്സ്റ്റ് ഒരു ചലഞ്ചിങ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മലയാളത്തിൽ. അപ്പം അതുപോലൊരു റോളാണ്. അപ്പോൾ ഈ സമയത്ത് ഷൈൻ ചേട്ടനും ബാദുക്കക്കും ആനന്ദിനിക്കും ഒരുപാട് നന്ദി. അപ്പം സിനിമ December 6 റിലീസാവാണ്. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട്. എല്ലാവരും കാണാം. താങ്ക് യു. താങ്ക് യു റോഷൻ. താങ്ക് യു വെരി മച്ച്. ആൻഡ് പൗൾ ചേച്ചി, ആ ഒരു ചിരിയോട് കൂടെ ഞങ്ങളോട് എന്ത് വിശേഷമാണ് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. നല്ല സിനിമ, റേച്ചലിൻ്റെ ഒരു നല്ല കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വേഷം ചെയ്യാൻ പറ്റിയതിൽ എനിക്കും ഭയങ്കര സന്തോഷം. അവരുടെ കൂടെ ഭാഗമാക്കാൻ സാധിച്ചതിൽ എല്ലാം നല്ല രീതിയിലായിരുന്നു. ഒരു സമാധാനമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഈ സിനിമ ചെയ്തത്. പിന്നെ നമ്മുടെ അനന്തിനി വളരെ കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ മഞ്ഞും മഴയും എല്ലാം കൂടി കൊണ്ടിട്ട് വിഷമിച്ച്, എന്നാലും ഒരു തലയിലൊരു തുണി പോലും ഇടാണ്ട് ഇങ്ങനെ നിന്ന്, എന്നാലും അത് ചെയ്യാനായിട്ടുള്ള ആ വ്യഗ്രത, ഞാൻ പലപ്പോഴും വിളിച്ച് മെസ്സേജൊക്കെ ചോദിക്കും, എന്താ സിനിമ വരാത്തത്, സിനിമയ്ക്ക് എന്താണ് ഇത്ര താമസം വന്നു പോയി, നമ്മുടെ നല്ലൊരു സിനിമയാണല്ലോ, അത് വന്നിട്ടില്ലല്ലോ ഇത്ര നാളായിട്ട്. വരും ചേച്ചി, വരും, കുറച്ച് താമസമൊക്കെ ഉണ്ടെങ്കിലും വരും എന്ന് പറയും. അപ്പോൾ ഈ വിളിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. കാരണം ഒരു നല്ല സിനിമ നമുക്ക് കാണാനുള്ളത് വരാത്തതിലുള്ളൊരു സങ്കടം. അപ്പം നമ്മൾ അഭിനയിച്ച ആൾക്കാർക്കുള്ളതിനേക്കാളും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും അതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ബാധക്കൊക്കെ എന്തോരം വിഷമിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ ഓർത്ത്. കാരണം നമ്മളൊരു വർക്ക് ചെയ്തതിൻ്റെ ഒരു പരമാവധി നല്ല രീതിയിൽ ചെയ്തിട്ട് അത് വരാതിരിക്കുമ്പോഴുള്ള തിയേറ്ററിലേക്ക് എത്തുമ്പോഴല്ല നമുക്ക് നല്ലതാണോ ചീത്തയാണെന്ന് ആര് പറയും, എങ്ങനെയായിരിക്കും പ്രതികരിക്കണം എന്നുള്ള ഒരു പ്രയാസം എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് ഹരിയുടെ ഈ വേഷം വളരെ സന്തോഷമായി. പിന്നെ ഞാൻ ചെയ്ത അപ്പൻ എന്ന സിനിമയിൽ അഭിനയിച്ച രാധിക വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കിട്ടിയ റോളുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് December 6 എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, കണ്ട് സന്തോഷിക്കുക, മറ്റുള്ളവരോട് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയുമ്പോഴാണ് ഇനിയുള്ള സന്തോഷം. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു പൗളി ചേച്ചി. താങ്ക് യു വെരി മച്ച്. ഇപ്പം പൗളി ചേച്ചി